ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് പഠിക്കാനുള്ളത് അരിത്മാറ്റിക് സീക്വൻസ് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അരിത്മാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയും. സീക്വൻസിനെ പറ്റിയാണ് നമുക്ക് ഇതിനകത്തെല്ലാം പഠിക്കാനുള്ളത്. എന്ത് സീക്വൻസ് പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പാറ്റേൺ ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ nth ടേം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പിന്നെ സം ഓഫ് സീക്വൻസസ് ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. വലിയ ടഫായിട്ടുള്ള ചാപ്റ്ററൊന്നുമല്ല. നമുക്ക് നല്ലോണം മനസ്സിലായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ഈസിയാണ്. അപ്പം നോക്കാം അരിത്മാറ്റിക് സീക്വൻസസ്. ആദ്യം സീക്വൻസസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു എല്ലാ സാധനത്തിനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. നമ്പേഴ്സിൻ്റെ സീക്വൻസാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇപ്പം നമ്മളെന്തോ 1 2 3 4 5 6 ഇങ്ങനെ പോകുന്നതെല്ലാം എന്താണ് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസാണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ തുടങ്ങുന്നത് എവിടെ തൊട്ടാ 1 2 3 4 5 ഇത് ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസാണ്. ഒരു എണ്ണൽ സംഖ്യയുടെ ശ്രേണികളാണ് എണ്ണൽ സംഖ്യകൾ. 1 2 3 1 2 3. അടുത്ത് നോക്കിയേ 2 4 6 8 ഇങ്ങനെ പോകുന്നതെല്ലാം എന്തുവാ ഈവൻ സീക്വൻസ് ഓഫ് ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ ശ്രേണി. ഇതാണ് 2 4 6 8 നമുക്ക് ഇങ്ങനെ പോകുന്നത്. അടുത്ത നോക്കിയേ 3 1 3 5 7 9 ഇതെല്ലാം എന്തോ ഓഡ് നമ്പറിൻ്റെ സീക്വൻസാണ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ ശ്രേണി. പ്രൈം നമ്പറിൻ്റെ എന്തുവാ ഇതാണ് നമുക്ക് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ്. ഇത് ഈവൻ നമ്പറിൻ്റെ സീക്വൻസ്, ഓഡ് നമ്പർ, ഇതൊക്കെ എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ അറിയാതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നെ പ്രൈം നമ്പർ അതും കൂടെ ഒന്ന് നോക്കി. പ്രൈം നമ്പർ ഏതാ അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്തോ വേറെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളാണ് നമ്മൾ അഭാജ്യ സംഖ്യകളെന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് തുടങ്ങുന്നത് 2 3 5 7. അടുത്ത 7 എന്തോ 9 10 9 ഒന്നും വരത്തില്ല, അതൊക്കെ ഡിവിസിബിൾ ആവുന്ന നമ്പറുകളാണ്. അപ്പം 7 അടുത്ത 11 13 17 ഇങ്ങനെ പോകുന്നതെല്ലാം എന്തോ പ്രൈം നമ്പർ. അപ്പോൾ ഇത് സീക്വൻസ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. അങ്ങനെ ഇങ്ങനെ ഡോട്ട് ഇട്ട് പോകുന്നതിൻ്റെ അർത്ഥം അത് മുമ്പോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതാണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ സീക്വൻസ് വെച്ചാണ് നമുക്ക് അരിത്മാറ്റിക് സീക്വൻസ് എന്നാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അരിത്മാറ്റിക് സീക്വൻസ് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് കുറച്ച് സീക്വൻസുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയുമ്പോൾ 6ൻ്റെ ടേബിൾ എഴുതാനുള്ള ഇപ്പം മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എങ്ങനെ ഉണ്ടാക്കും? 6 1s are 6 12 18 ഇങ്ങനെ പോകുന്നത്. 6ൻ്റെ ടേബിൾ 6ന് മൾട്ടിപ്പിളുള്ള നമ്പറുകളാണ് അങ്ങനെ പോകുന്നത്. ഫാക്ടർ ഓഫ് 5 എന്ന് പറയുമ്പോൾ ഫാക്ടർ ഓഫ് 12 എന്ന് പറയുമ്പം അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതിയെടുക്കും. അതാണ്. അപ്പം ഇത് ഇങ്ങനെ സീക്വൻസുകളാണ്, ഇത് സിമ്പിൾ സീക്വൻസുകളാണ്. അപ്പോൾ സാധാരണ നമ്മൾ സീക്വൻസുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ആദ്യം നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിത്മാറ്റിക് സീക്വൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, nth നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 10 ആണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത പേജ് നമ്പർ 10 കിടക്കുന്ന എക്സസൈസ് നോക്കാം. നമുക്ക് ഇന്ന് പേജ് നമ്പർ 10 ആണ് നമുക്കിവിടെ എക്സസൈസ് ചെയ്യാനുള്ള എക്സസൈസ്. ഫസ്റ്റ് എക്സസൈസാണ് മാക്സിമം ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന പേജ് നമ്പർ 10 ഫസ്റ്റ് എക്സസൈസ് കിടക്കുന്നത്. അതിനകത്ത് നമ്മൾ സീക്വൻസുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് ആദ്യം നിന്ന് നോക്കാം. മേക്ക് ദ ഫോളോയിങ് number sequences from the sequence of equilateral triangle, square, regular pentagon and so on of a regular polygon. ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു റെഗുലർ പോളിഗണാണ് എടുത്തിരിക്കുന്നത്. റെഗുലർ പോളിഗണിനകത്തുനിന്ന് 3 സൈഡ്. റെഗുലർ എന്ന് വെച്ചാൽ എന്താ എല്ലാ സൈഡ് സമബഹുഭുജങ്ങളാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിനകത്ത് ഇക്വലേറ്റർ ട്രയാങ്കിളാണ് ആദ്യം വരുന്നത്. എന്ന് വെച്ചാൽ 3 സൈഡ് ഈക്വൽ. ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്തോ 3 സൈഡ് ഈക്വൽ. സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തോ അതിൻ്റെ 4 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഒരു പോളിഗൺ. 3 സൈഡായിട്ട് ഈക്വലായിട്ടുള്ള പോളിഗണിനെയാണ് നമ്മൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. രണ്ടാമത് സ്ക്വയർ എന്ന് വെച്ചാൽ അതിൻ്റെ 4 വശങ്ങളും തുല്യം. 4 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറയും. അതാണ് 4 സൈഡുള്ള റെഗുലർ പോളിഗണാണ് സ്ക്വയർ. റെഗുലർ പെൻറ്റഗൺ എന്തുവാ 5 ഈക്വൽ സൈഡുള്ള ഇതാണ് റെഗുലർ പെൻറ്റഗൺ. 5 സൈഡ് ഈക്വൽ ആയിരിക്കും. അതെടുക്കുക. അടുത്ത എന്തുവാ 6 ഇങ്ങനെ പോകും. സോൺ സമബഹുഭുജങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളത് ഇക്വലേറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, ഹെക്സഗൺ അങ്ങനെയാണ് പോകുന്നത്. സമഷഡ്ഭുജം അങ്ങനെ പോകും. അപ്പോൾ ഈ പോളിഗണിനകത്ത് നമുക്ക് ഗിവനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 2 3 4 ഇങ്ങനെ സീക്വൻസ് ഫോം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് എന്തോ നോക്കിയാൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നമ്മളെ പോളിഗൺ ഏതൊക്കെയാണ്
ഇക്വലേറ്റർ ട്രയാങ്കിൾ, 3 സൈഡ് ഈക്വൽ ആയിട്ടുള്ളത്, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, ഹെക്സഗൺ, അങ്ങനെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. ഇതിൻ്റെ നമുക്ക് സീക്വൻസ് ഉണ്ടാക്കണം. നമ്പർ ഓഫ് സൈഡ്സ്. അപ്പം നോക്കിയാൽ നമ്പർ ഓഫ് സൈഡ്സ് എത്രയുണ്ട്? എല്ലാം റെഗുലർ പോളിഗണാണ്. റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ എല്ലാം ഈക്വലാണ്. അപ്പോൾ ഇക്വലേറ്റർ ട്രയാങ്കിളിനകത്ത് എത്ര സൈഡുണ്ട്? 1 2 3. സമഭുജ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 1 2 3. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതും? 3 സൈഡ്. നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് ഫോം ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ് 3. അടുത്ത സ്ക്വയർ, 4 സൈഡ് റെഗുലർ, 4 സൈഡുള്ള റെഗുലർ പോളിഗണാണ്. അതിനാണ് നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത്. അതിനകത്ത് എത്ര സൈഡുണ്ട്? 1 2 3 4. 4. അടുത്തതിനകത്ത് എത്ര സൈഡുണ്ട്? 5. അടുത്ത 6, ഇങ്ങനെ 7, ഇങ്ങനെ പോകും. ഇതാണ് നമ്മൾ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ്. അപ്പം 3 4 നമ്മുടെ സീക്വൻസ് എന്തോ കിട്ടി? ശ്രേണി എന്തോ കിട്ടി? 3 4 5 6 ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതേ റെഗുലർ പോളിഗണിനകത്തു നിന്നാണ് നമുക്ക് ഈ സീക്വൻസുകൾ ഫോം ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ എങ്ങനെ എടുക്കും? ഓക്കെ, ഇക്വലേറ്റർ ട്രയാങ്കിളിനകത്ത് എത്ര ആംഗിളുണ്ട്? മൊത്തം 3 ആംഗിളുണ്ട്. ഈ 3 കോണിൻ്റെ തുക അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾ, ഇന്നർ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഒരു റെഗുലർ ഒരു പോളിഗൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തോ? നമുക്ക് n-2 × 180. ഇത് ചെയ്തിട്ട് നമുക്ക് സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആദ്യം നമ്മുടെ ട്രയാങ്കിളാണ്. ഇതിനകത്ത് 3 കോണുകളുണ്ട്. 3 കോൺ, ഇത് ട്രയാങ്കിളുടെ 3 കോൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എന്താകുമ്പോൾ നമുക്കറിയാലോ 180 ആണ്. അല്ലെങ്കിൽ ഇത് ഇവിടെ ഫോർമുലയ്ക്കകത്ത് വെച്ച് നോക്കും. n-ൻ്റെ സ്ഥലത്ത് 3 വയ്ക്കണം. 3 ആംഗിളാണുള്ളത്. അപ്പം 3 - 2 × 180 സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 = 180. അപ്പം സം ഓഫ് ഇന്നർ ആംഗിൾ, ഇക്വലേറ്റർ ട്രയാങ്കിൾ എത്ര കിട്ടി? 180 ഡിഗ്രി. രണ്ടാമത്തേത് സ്ക്വയറിൻ്റെ ഇന്നർ ആംഗിൾ. ഇത് 4 നമുക്ക് സം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 360. അല്ലെങ്കിൽ ഈ ഫോർമുലയ്ക്കകത്ത് വെച്ചിവിടെ 4 കോണുണ്ട്. അപ്പോൾ ഈ n-2ൻ്റെ സ്ഥലത്ത് 4 - 2 × 180. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 360. അപ്പം അടുത്ത നമുക്ക് എത്ര കിട്ടി? 360 ഡിഗ്രി. അടുത്ത റെഗുലർ പെൻറ്റഗൺ. പെൻറ്റഗണിനകത്ത് എത്ര ആംഗിളുണ്ട്? 5. 5 സമമാണ്, തുല്യമായിട്ടുള്ള ആംഗിളാണ്. അപ്പോൾ 5 ആംഗിളുള്ള പെൻറ്റഗണിൻ്റെ സമം എത്രയായിരിക്കും? ഇവിടെ വെച്ച് നോക്കിയേ. n-ൻ്റെ സ്ഥലത്ത് ഇനി 5 വയ്ക്കണം. 5 - 2 3 കിട്ടും. 540. ഓക്കെ, നമുക്ക് അടുത്ത എത്ര കിട്ടി? 540. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇത്രയും 3 കണ്ടുപിടിച്ചാൽ മതി. അത് എനിക്ക് ഹെക്സഗൺ വരുമ്പോൾ എന്തുവാ? 6. n-2 എന്ന് വെച്ചാൽ 6 - 2 × 4. 4 × 180 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 70. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ച് n-2 × 180 ഇട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇന്നർ ആംഗിൾ, സം ഓഫ് ഇന്നർ ആംഗിളാണ് തുക. അകക്കോണുകളുടെ ഒരു സമബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല n-2 × 180. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സീക്വൻസ് കിട്ടി. ഇനി മൂന്നാമത്തെ സീക്വൻസ് എന്താ പറയുന്നത്? സം ഓഫ് ഔട്ടർ ആംഗിൾ. ഓക്കെ, ഔട്ടർ ആംഗിൾ എന്ന് വെച്ചാൽ ബാഹ്യക്കോണുകളുടെ തുക. ഇതിനകത്ത് ബാഹ്യക്കോൺ എത്ര വന്നാലും എല്ലാം എന്തായിരിക്കും? ഏതൊരു പോളിഗണിൻ്റെ ബാഹ്യക്കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 360 മാത്രമേ കിട്ടത്തുള്ളൂ. അത് എത്ര സൈഡുള്ള പോളിഗണായാലും എത്ര വശമുള്ള ബഹുഭുജങ്ങളായാലും അതിൻ്റെ ബാഹ്യക്കോണുകളുടെ തുക എപ്പോഴും 360 തന്നെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ 360 തന്നെ ബാഹ്യക്കോണാണ്. ഔട്ടർ ആംഗിൾ എപ്പോഴും 360 ആയിരിക്കും. ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-2 × 180. ഇതും 360, ഇതും 360, 360 ഇങ്ങനെയാണ്. ഓക്കെ, മൂന്നാമത്തെ കഴിഞ്ഞ് നാലാമത്തെ എന്താ പറയുന്നത്? 1 ഇന്നർ ആംഗിൾ. ഒരു അകക്കോണുകളുടെ അളവ് മീൻസ് സം ഓഫ് ഇന്നർ ആംഗിൾ നമുക്കിവിടെ എത്ര കിട്ടിയ? 180. ഈ 180 ഇതിപ്പോൾ 3 കൂടെ കൂട്ടുമ്പോഴാണ് 180 കിട്ടിയ. ആ 180 അതൊന്ന് ഒരെണ്ണത്തിൻ്റെ അളവ് എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? ഇതെല്ലാം റെഗുലർ പോളിഗണാണ്. അപ്പോൾ എല്ലാ ആംഗിളും സെയിം ആയിരിക്കും. അതുകൊണ്ട് 180നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 180/3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60. അപ്പോൾ ആദ്യത്തെ നമുക്ക് എത്ര കിട്ടി? 60. അടുത്ത എന്തുവാ? സം ഓഫ് ഇന്നർ ആംഗിൾ 360. അതിൻ്റെ സൈഡ് 4. അതിന് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ആംഗിളിൻ്റെ അളവ് നമുക്ക് കിട്ടും. 360നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 90. അടുത്ത ഇന്നർ ആംഗിൾ എത്ര? 540. 540നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1. ഇതാണ് സീക്വൻസ്. ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് പോകുന്നത്.
ഇനി 1 ഔട്ടർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 ഔട്ട് ഇതിപ്പം 1 ഇന്നർ ആംഗിളാണ്. സം ഓഫ് ഇന്നർ ആംഗിളിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും നമ്പർ ഓഫ് സൈഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ആംഗിളും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്, ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്. കുറച്ച് ഡോട്ട്സിൻ്റെ ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 3 എണ്ണമാണ് കൊടുത്തേക്കുന്ന ട്രയാങ്കിൾസ്. കമ്പ്യൂട്ട് ദ നമ്പേഴ്സ് ഓഫ് ഡോട്ട്സ് നീഡഡ് ദ മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾ. അതിനകത്ത് 3 ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി അടുത്ത 3 നമുക്ക് കണ്ടുപിടിക്കണം. അതിനകത്ത് എത്ര ഡോട്ട്, നമ്പർ ഓഫ് ഡോട്ട്, എത്ര എണ്ണം ഡോട്ടുണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ സീക്വൻസ് നമുക്ക് എഴുതിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക്, ഞാനിവിടെ ക്വസ്റ്റ്യൻ വരച്ചില്ലായിരുന്നു, ആദ്യം തൊട്ട് വരയ്ക്കുമ്പോൾ നമുക്കൊന്ന് ഐഡിയ കിട്ടും എങ്ങനെയാണ് വരയ്ക്കുന്നത്. ആദ്യത്തിനകത്ത് എത്രയാണ് നോക്കേ, സിമ്പിളായിട്ട് 1 2 3. ഇതിനകത്ത് എത്ര ഡോട്ടുണ്ട്? 3 ഡോട്ട് അല്ലേ? കുറച്ചുകൂടെ മുണ്ടിലോട്ട് വരും. 3 ഡോട്ട്. രണ്ടാമത്തേനകത്ത് നോക്കി എന്തൊക്കെ, ഇവിടെ ബേസ് എത്ര? 2 ഡോട്ടാണ്. അടുത്ത ബേസിനകത്ത് നമ്മൾ എത്ര വരയ്ക്കും? 3 ഡോട്ട്. ഇത് 2 ആണെങ്കിൽ അടുത്ത ബേസിനകത്ത് 3 ഡോട്ട് വരയ്ക്കണം. അപ്പോൾ നോക്കിയേ 1 2 3. ഇതിൻ്റെ സെൻറ്റർ ഇടയ്ക്കിടയ്ക്ക് അടുത്ത ഡോട്ട് ഇട്ട് പോയാൽ മതി. ഇങ്ങനെ അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 2 ആയിരുന്നു, ഇത് താഴെ 3 ആയിരുന്നു. ഇനി അടുത്ത് എത്ര വരയ്ക്കാനുള്ളത്? 4. ഇതിൻ്റെ ഇടയ്ക്ക് എത്ര വരും? 1 2. ഇതിൻ്റെ ഇടയ്ക്ക് 1 2 1 ഇങ്ങനെ പോകും. അപ്പോൾ 2 കഴിഞ്ഞ് 3 ട്രയാങ്കിൾ. അടുത്ത അപ്പോൾ എത്ര വരും നോക്കി, താഴെ ബേസിനകത്ത് 2 ഡോട്ടായിരുന്നു, ഇവിടെ 3 ഡോട്ട്, എടുത്ത് 4 ഡോട്ട്. അടുത്ത് നമ്മൾ എത്ര വരയ്ക്കും? 5 ഡോട്ട്. ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത നോക്കേ, ഇത് ബേസ് 5 ഡോട്ടാണ്. ഈ അടുത്ത എത്ര ഡോട്ട് വരും? 6 ഡോട്ട്. ഒരെണ്ണം കൂടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എണ്ണിയെടുക്കാം. 1 2 3 ടെക്സ്റ്റിനകത്തുള്ള ബാക്കി 1 2 വരച്ച് 2 എണ്ണം വരച്ച് മൂന്നാമത്തേത് ഇവിടെ നോക്കേ, അതിൻ്റെ ബാക്കിയാണ്. അവിടെ ലാസ്റ്റ് ബേസിൽ 6 ഡോട്ടാണ് വരച്ച്, ഇനി 7 വരയ്ക്കണം. 1 2 3 4 5 6 7. 2 3 4 5 6. 1 2 3 4 5 4. ഓക്കെ, ഇനി എഴുതിയെടുത്ത് ഇതിനകത്ത് നമ്പർ ഓഫ് ഡോട്ട് എത്രയുണ്ട്? 3. ഇതിനകത്ത് എത്രയുണ്ട്? 6 10. അടുത്ത് എത്രയുണ്ട്? 15. അടുത്തതിനകത്ത് 21. അടുത്ത എത്ര നോക്കേ, 3 6 10 15 21 28. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് കിട്ടിയത്. ഇവിടം വരെയുള്ളു. ഡോട്ട് എന്തുവാ? താഴെ ബേസ് 2 ഡോട്ട് വരയ്ക്കണം, പിന്നെ 3 വരയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് മേളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത 4 ബേസിനകത്ത് വരയ്ക്കണം. 5 വരയ്ക്കുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡോട്ടിൻ്റെ സീക്വൻസ് അങ്ങനെ കിട്ടും. 3 6 10 15 21 28 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് ആൻസർ ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ leaving remainder 1 on division by 3 and the sequence of natural number leaving remainder 2 on division by 3. നമുക്ക് റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ് നമുക്കിവിടെ എഴുതാനുള്ളത്. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഭാഗിക്കുമ്പോൾ നാച്ചുറൽ നമ്പറാണ്, എണ്ണൽ സംഖ്യയുള്ള ഒരു ശ്രേണിയാണ് എഴുതാനുള്ളത്. ഏതൊക്കെ എണ്ണൽ സംഖ്യകൾ നമുക്ക് എടുക്കാനുള്ളത്? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടണം. ആദ്യത്തേതാണ് 1 താണ്ടി റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതിൻ്റെ അർത്ഥം എന്തുവാ? റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് വെച്ചാൽ ആ നമ്പറിനെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ ആണ് ക്വസ്റ്റ്യനിൽ, റിമൈൻഡർ നമുക്ക് 1 കിട്ടണം, ശിഷ്ടം 1 കിട്ടണം. അപ്പോൾ അങ്ങനത്തെ നമ്പറുകൾ ചെക്ക് ചെയ്ത് നോക്കി. 3 വെച്ച് ഡിവൈഡ് ആവുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് അതാണ് നോക്കാനുള്ളത്. അപ്പോൾ 3 വെച്ച് പോകുന്ന നമ്പർ ഏതൊക്കെയാണ്? 3 തൊട്ടല്ലേ തുടങ്ങത്തുള്ളൂ. 3 4 5 6 ഇങ്ങനെ പോകും. അപ്പോൾ ഇതിനകത്ത് നോക്കി, ഈ 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ
സിസ്റ്റം നമുക്ക് 0 അല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 എടുക്കാൻ പറ്റത്തില്ല. അടുത്ത 4 ചെക്ക് ചെയ്ത് നോക്കേ. 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. 3 1s 3. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? ഇതാണ്ട് റിമൈൻഡർ സിസ്റ്റം എത്ര കിട്ടി? 1 കിട്ടി. അതല്ലേ അവർ പറയുന്നത് 3 വെച്ച് ഡിവൈഡ് ചെയ്തുമ്പം നമുക്ക് എത്ര സിസ്റ്റം കിട്ടണം? 1. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 സിസ്റ്റം കിട്ടുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ് നമുക്ക് എഴുതാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമുക്ക് എത്ര കിട്ടി? 4. അടുത്ത എത്രയായിരിക്കും? ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 4ൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 4 3 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേ. 7നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കേ. റിമൈൻഡർ എത്ര? 1 കിട്ടുന്നുണ്ടോ? സിസ്റ്റം 1 കിട്ടിയുണ്ടോ? ഇതാണ് സിസ്റ്റം 1. താഴെയാണ് 1 കിട്ടാനുള്ളത്. മേളത്തെ കോഷൻ ചെക്ക് ചെയ്യലും താഴെ റിമൈൻഡറാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പം 7. ഇനി 7ൻ്റെ കൂടെ 3 കിട്ടുമ്പോൾ 10 13 ഇങ്ങനെ പോകും. ഇതാണ് നമ്മൾ ഫസ്റ്റ് സീക്വൻസ്. ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതിൻ്റെ സീക്വൻസാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സിമ്പിളായിട്ട് അതേ കണക്ക് തന്നെ നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് എഴുതാൻ ലിവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. ഇനി ഇതേ കണക്ക് തന്നെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടണം? 2 റിമൈൻഡർ കിട്ടണം. ഓക്കെ 3 വെച്ച് ഡിവിഷനിലാണ് നമ്പറുകൾ ആദ്യം ഇങ്ങനെ എഴുതിയെടുക്കണം. 3 വെച്ച് ചെക്ക് ചെയ്ത് നോക്കേ. നമുക്ക് 0 എടുത്തോളൂ. താഴെ 5 വെച്ച് ചെക്ക് ചെയ്ത് നോക്ക്. കണ്ടോ? ഇതാണ് 2 നമുക്ക് സിസ്റ്റം. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 2 നമുക്ക് റിമൈൻഡറിനകത്ത് കിട്ടും. അങ്ങനത്തെ നാച്ചുറൽ നമ്പറാണ് ഈ അടുത്ത ഇനി എഴുതാവുള്ളൂ. അപ്പം 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സിസ്റ്റം എത്ര ഇടണം? 2 ഇടണം. അങ്ങനത്തെ നമ്പർ. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാ? 5. അടുത്ത 3 വെച്ചല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. 3 കൂട്ടി പോയിക്കോ. 8. 8നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സിമ്പിളാണ്. 8നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. റിമൈൻഡർ നമുക്ക് 2 കിട്ടും. ഓക്കെ, അപ്പോൾ കറക്റ്റ്. എന്നോട് പിന്നെ 3 കിട്ടും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇൻ 2 other ways. നമുക്ക് 1 അല്ലെങ്കിൽ 6 അവസാനിക്കുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ് നമുക്ക് എഴുതിയെടുക്കാനുള്ളത്. അപ്പോൾ നോക്കിയേ, 1 അവസാനിക്കുന്ന ഏതാ? 1. അടുത്ത 6. ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് 1 അല്ലെങ്കിൽ 6 വെച്ചായിരിക്കും. 1 or 6 വെച്ചായിരിക്കും. 1. അടുത്ത 6. അടുത്ത എത്രയായിരിക്കും? 11. എൻഡ് 1 വെച്ചാണല്ലോ. 11. അടുത്ത എന്തെടുക്കാം? 16, 21, 26 ഇങ്ങനെയാകും. എൻഡ് വിത്ത് 1 or 6 ഇതാണ് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ എഴുതിയെടുക്കാം? 1, 6, 11 സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 വെച്ച് എൻഡ് ചെയ്യുന്നത് ഏതാ? 21, 31 ഇങ്ങനെ എഴുതാം. 16 വെച്ച് എൻഡ് ചെയ്യുന്ന 6 വെച്ച് എൻഡ് ചെയ്യുന്നതാണെങ്കിലോ 6, 16, 26, 36 സോ ഓൺ ഇങ്ങനെ സീക്വൻസ് ഫോം ചെയ്താൽ മതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. A tank contains 100 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. നമുക്ക് ഒരു ടാങ്കിനകത്ത് 1000 ലിറ്റർ വെള്ളമാണ് അതിനകത്തുള്ളത്. അതിനകത്ത് നിന്ന് ഓരോ സെക്കൻഡിലും റേറ്റ് ഓഫ് 5 ലിറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. 5 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ? ഓരോ സെക്കൻഡിലും അതിനകത്ത് നിന്ന് 5 ലിറ്റർ വെള്ളം ഒഴുകിക്കൊണ്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം പോകുമ്പോൾ അതിനകത്ത് എത്ര ബാക്കി വരുന്നു അതിൻ്റെ സീക്വൻസ് ആണ് നമുക്കിവിടെ എഴുതിയെടുക്കണം. അപ്പോൾ 5 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം അതിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ എത്രയായിരുന്നു? 1000 ലിറ്റർ ടാങ്ക് ഫുൾ 1000 ലിറ്റർ ആയിരുന്നു. അതിനകത്ത് നിന്ന് ഒരു സെക്കൻഡിൽ 5 ലിറ്റർ പോയി കഴിഞ്ഞു. അപ്പം 1000ൽ നിന്ന് 5 പോയി എത്ര? 995 ആദ്യത്തെ സെക്കൻഡിൽ. രണ്ടാമത്തെ സെക്കൻഡിൽ പിന്നെ ഇതിനകത്ത് നിന്ന് 5 ലിറ്റർ പിന്നെയും പോകും. അപ്പോൾ ഇതിൽ നിന്ന് 5 കുറച്ച് കഴിയുമ്പോൾ എത്ര? 990 ലിറ്റർ. ഇത് അടുത്ത സെക്കൻഡിൽ 5 ലിറ്റർ പിന്നെയും കുറയും. ഇതിൽ നിന്ന് 5 കുറയ്ക്കും. ഇങ്ങനെ 2 സീക്വൻസ് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സീക്വൻസാണ് ഇവിടെ നമുക്ക് എഴുതാൻ പറഞ്ഞത്. അതാണ് എൻ്റെ ആൻസർ.